വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു മുറിവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്രാവശ്യത്തെ ആർമി റാലിക്ക് പോയിട്ട് 3ാമത്തെ റൗണ്ട് ഫിനിഷിംഗ് ആക്കി 4ാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഉള്ള ഒരു എന്താണ്, നമ്മൾ ഓടുമ്പോൾ പെട്ടെന്ന് കൈ പിടിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ തെറിച്ച് വീഴില്ല. അതേമാതിരി ഞാൻ എൻ്റെ താഴത്തേക്ക് നോക്കാതെ ഷൂ തെന്നി ഒരു ഭാഗത്തേക്ക് തെറിച്ച് വീണത്. കാരണം എന്താണെന്ന് വെച്ചാൽ 3ാമത്തെ റൗണ്ടിൽ എന്താണ് ഈ സ്ലോ ആകുമ്പോൾ അതിനെ പിടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർമിക്കാർ ശ്രമിക്കും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ശ്രമിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അവരിന് തട്ടി മാറ്റിയിട്ട് ഓടിയതാണ്. പക്ഷേ താഴത്തേക്ക് നോക്കാതെ ഓടിയ കാരണം പെട്ടെന്ന് തെറിച്ച് വീണു 4ാമത്തെ റൗണ്ടിൽ. 4ാമത്തെ റൗണ്ടിലേക്ക് സ്റ്റാർട്ടിങ് കൊടുക്കുമ്പോൾ 3ാമത്തെ റൗണ്ട് ഫിനിഷിംഗ് ആയി 4ാമത്തെ റൗണ്ടിലേക്ക് സ്റ്റാർട്ടിങ് കൊടുക്കുമ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുറിവും വെച്ചിട്ടാണ് തിരിച്ച് വന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു, പാൻസൊക്കെ ഇടുമ്പോൾ ഭയങ്കരമായ വേദനയായിരുന്നു. അതും കൊണ്ടാണ് ഞാൻ തിരിച്ച് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നത്. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ഹൈലി ടഫായിട്ടുള്ളൊരു മേഖലയാണ് ഈ ആർമി എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഹൈലി ടഫ്, അത്രയും റിസ്കി ഫുള്ളാണ്. 10-200 പേരിനെ ഒന്നിച്ച് ഓടിക്കുന്ന കാരണം ഭയങ്കരമായിട്ടുള്ള ടഫാണ്. പിന്നെ 5 മിനിറ്റിൽ നമുക്ക് എന്താ നടക്കുകയെന്നും കൂടി അറിയില്ല. 5 മിനിറ്റ് ഒരു 6 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്താ നടക്കുകയെന്നും കൂടി അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ ആ ടൈമിലുള്ള നമ്മുടെ ബോഡി കപ്പാസിറ്റി ആൻഡ് എനർജി എങ്ങനെയാണോ അതിനനുസരിച്ച് ബോഡിയിൽ എത്ര കലോറി എനർജി നമുക്കതിന് പവർ ഓൺ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ഓടാൻ പറ്റുമോ ആ ലെവലാണ് ആ സമയത്തുള്ളത്. പിന്നെ എല്ലാം നമ്മുടെ ആ സമയത്തുള്ള ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത്ര തന്നെ. എനിക്ക് ഇതോടെ ആർമിയിൽ റാലി സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതെൻ്റെ 3ാമത്തെ റാലിയാണ്. ഫസ്റ്റത്തെ റാലി ട്രിവാൻഡ്രത്തായിരുന്നു. സെക്കൻഡ് റാലിയിൽ ചെറിയ പരിക്ക് പറ്റിയിട്ടാണ് പോയത്. ഇത് 3ാമത്തെ റാലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയി. പക്ഷേ ഇതിൽ പോയതിന് ശേഷമാണ് പരിക്ക് പറ്റിയത്. പക്ഷേ ഇനി വേറെ ഏതെങ്കിലും ഡിഫൻസിലേക്ക് നോക്കുകയെന്നല്ലാതെ ആർമി ഭയങ്കര ടഫാണ്, അത്ര തന്നെ പറയാനുള്ളൂ. അപ്പോൾ മാക്സിമം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു 5-6 മിനിറ്റിലുള്ള ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെ ചിലപ്പോൾ താഴും പോവും, ചിലപ്പോൾ ഉയരും. പക്ഷെ അതൊന്നും നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിയിൽ ആ ടൈമിങ്ങിൽ റണ്ണിങ്ങിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറും വിത്ത് ബോഡി കപ്പാസിറ്റി എങ്ങനെയുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പവർ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് ഓടാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ അവിടെ പിടിച്ച് നിന്നിട്ടാണ് ഞാനൊക്കെ രാത്രി 1:30 പോയിട്ട് ആ ആർമിൻ്റെ ഇതിലിരിക്കാൻ തുടങ്ങി. എന്നിട്ട് മോർണിംഗ് ആണ് ഓടിയത്. രാത്രി 1:30 മുതൽ ഉറക്കമൊഴിച്ച് ഇരുന്നിട്ടാണ് മോർണിംഗ് ഞങ്ങൾക്ക് ഓടാൻ എന്തായാലും. അപ്പോഴേക്കും നമ്മുടെ എനർജിയൊക്കെ ഏകദേശം ലൂസായിരുന്നു. പക്ഷേ അത്യാവശ്യം എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിച്ച് വെള്ളം കുടിക്കുക, അത്ര തന്നെ പറ്റുള്ളൂ.